എന്തെല്ലാം കാണണം, എന്തെല്ലാം കേൾക്കണം, എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണ്, എല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതി സമാധാനിക്കാം, മുന്നോട്ട് പോവാം, കാണാം. അല്ലാതെ എന്ത് ചെയ്യാന്? ഒരു കാര്യമില്ല, ഒരു രക്ഷയില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. കാരണം ഇനി എത്രയൊക്കെ കേട്ടാലും രേണുസുതിക്ക് ഒരു കുലുക്കവുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ പലരും ഈ പറയുന്ന രീതിയിൽ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്ന ഒരു ഏറ്റവും വലിയ ഒരു കാര്യമാണ്, അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ, അവർക്കും ജീവിക്കണ്ടേ. ഇങ്ങനെയൊക്കെ മാത്രമേ ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ എന്ന് വല്ല ഇതുണ്ടോ? ഇതൊക്കെ കണ്ട് ആൾക്കാർ തെറി വിളിച്ചാലും ആൾക്കാർ കുറ്റം പറഞ്ഞാലും അവരെന്തെങ്കിലും പറയാൻ പറ്റൂ? ഇങ്ങനത്തെയുള്ള ചെയ്ത്തുകളൊക്കെ അല്ലേ കാണിച്ചു വെക്കുന്നേ. അപ്പൊ പിന്നെ നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? അവര് വായിപ്പോന്നി വിളിച്ച് പറയും, അയ്യോ എന്നെ ഒന്നും പറയല്ലേ, അല്ലെങ്കിൽ എന്നെ ജീവിക്കാൻ വിട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ അവരെങ്ങനെയെങ്കിലും ജീവിച്ച് പോട്ടെ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അഭിനയിക്കുന്നത്, പാട്ട് പാടുന്നത്, ഡാൻസ് കളിക്കുന്നത് ഒക്കെ ശരി, പക്ഷെ രേണുസുതിയുടെ ചില അതിരുവിട്ട പ്രവർത്തികളൊക്കെ തന്നെയാണ് ആൾക്കാരിൽ വെറുപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ, എന്നെ ഒന്നും പറയരുത്, എന്നെ കുറ്റം പറയരുത്, ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എല്ലാം സൂചിച്ചേട്ടന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നാട്ടുകാരുടെ വാ മൂടിക്കെട്ടാനൊന്നും ആർക്കും പറ്റത്തില്ല. പിന്നെ നിങ്ങളെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോവുക. പക്ഷെ നാട്ടുകാരൊന്നും പറഞ്ഞുകൂടാ എന്നൊന്നും പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. നാട്ടുകാർ വായി തോന്നിയത് പറയും, അത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ഓരോന്ന് ചെയ്തു വയ്ക്കുന്നത് എന്നുള്ളതും ഇതിലൂടെ തന്നെ 100% വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം രേണുസുതിനെ ഇഷ്ടപ്പെടുന്നവർ പോലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എതിരാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം അവരുടെ കമന്റ് ബോക്സ് തുറന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ഞാൻ കമന്റ് ഒന്നും വായിക്കുന്നില്ല, ഞാൻ ചിലതൊക്കെ ഞാൻ ഇവിടെ കാണിക്കാം എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നതിനെ കുറിച്ച്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ആ പരിധി വിടുമ്പോഴത്തേക്ക് നോർമലി നമ്മളെ ഇഷ്ടപ്പെടുന്നവരായാൽ പോലും വിമർശിക്കും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും. അപ്പൊ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാണിക്കുന്ന ചെയ്ത്തുകളാണ് ഇതെന്നൊക്കെ മാത്രമേ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇതെല്ലാം മനഃപൂർവ്വം, കാരണം റീച്ച് ചിലപ്പോൾ കുറയുമ്പോഴത്തേക്കും റീച്ച് എങ്ങനെയും കൂട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോരോ കലാപരിപാടികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോണ്ടന്റ് ഇട്ടുകൊടുക്കുകയല്ലേ രേണുസുതി. ഈ പറയുന്ന രീതിയിൽ ഓരോരുത്തർക്ക് കോണ്ടന്റ് ഇട്ടുകൊടുക്കുക, നിങ്ങൾ ഇന്ന രീതിയിൽ ചെയ്യണം, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടും, അപ്പോൾ നിങ്ങൾ അതിനെ റിയാക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രേണുസുതി അങ്ങ് ഇറക്കുവാണ്. അപ്പൊ പിന്നെ നോക്കി നിൽക്കേണ്ട ഒരു ആവശ്യം ഇല്ലല്ലോ. ഈ പറയുന്ന രീതിയിൽ ആൾക്കാർക്ക് വിമർശിക്കേണ്ട ഒരു സന്ദർഭം രേണുസുതി അങ്ങ് ഉണ്ടാക്കി കൊടുക്കുവാണ്. നല്ലത് കണ്ടാൽ അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ ജനങ്ങൾ നല്ലതെന്ന് മാത്രമേ പറയത്തുള്ളൂ, സ്വാഭാവികം. അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടാതെ കണ്ടു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചീത്ത വിളിക്കും, അവർ ചിലപ്പോൾ വിമർശിക്കും. അതിനെ നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക. കാരണം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ പറയുന്നത്. അല്ലാതെ ചുമ്മാതിരിക്കുന്നതിന്റെ വായിക്കാത്ത കോലിട്ടിളക്കേണ്ട ആവശ്യം ജനങ്ങൾക്കില്ലല്ലോ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സുധിയുടെ പേര് പല വീഡിയോയിലും ഈ പറയുന്ന രീതിയിൽ ഈ ചാനലുകാർ ഓരോന്ന് ക്യാമറയും ഒക്കെ കൊണ്ട് നിങ്ങളുടെ മുമ്പ് വന്നിട്ട് നിങ്ങൾ ഓരോ പറയുന്ന കാര്യങ്ങൾ, ഈ സുധിയുടെ പേര് വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് വലിച്ചിടുന്നതെന്ന് മനസ്സിലാവുന്നത്. നിങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ അതിൽ ഈ സുധിയുടെ പേര് വലിച്ചിട്ടുകൊണ്ട് സുധിച്ചേട്ടൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ആ ഒരു വ്യക്തിയെ കൂടി വിമർശനത്തിന് ഇരയാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് വിട്ട് കഴിയുമ്പോഴത്തേക്കും കാണാൻ തനി ബോറാണ്. അത് എന്ത് കാര്യമായാലും, ആര് കാണിക്കുന്ന കാര്യമായാലും. എന്തായാലും ആ ലിമിറ്റ് ക്രോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് രേണുസുതി ഇപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ളത് കണ്ടറിയാതെ.